എനിക്ക് പക്ഷെ സ്കൂളിൽ ഓർമ്മ ഉണ്ടായിരുന്ന ആപ്രിക്കോട്ട് മെയ്ഡിന്റെ സ്റ്റോറിയാണ്. സ്റ്റോറി നമ്മൾ പറഞ്ഞതല്ലേ ഏതോ ഏഞ്ചലിന്റെ എപ്പിസോഡിലൊക്കെ? ഞാൻ നിന്നോടല്ലേ പറഞ്ഞു? ഞങ്ങളോട് പറഞ്ഞതാ അല്ലേ? ഞാൻ പോഡ്കാസ്റ്റ് പറഞ്ഞിട്ടില്ല എന്ന് എൻ്റെ ഓർമ്മ. എന്നാ നീ പറഞ്ഞോ. എന്തൊക്കെയായാലും ഞാൻ പറയാൻ തീരുമാനിച്ചിരിക്കുന്നു. അതായത് ഞാൻ 3ാം ക്ലാസ്സിലൊക്കെ പഠിച്ചപ്പോൾ കേട്ട സ്റ്റോറിയാണ്. പക്ഷെ അന്ന് എനിക്ക് അതിന്റെ ഒരു വാല്യൂ അങ്ങ് റിയലൈസ് ആയില്ല. എൻ്റെ മനസ്സിൽ കൂൾ സ്റ്റോറി ബ്രോ എന്നൊക്കെയുള്ള രീതിയിലാണ് വന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ ആലോചിക്കുമ്പോൾ എന്ത് സ്റ്റോറിയാലേ, എന്നാ ഒരു ഇതാലേ എന്നൊക്കെയുള്ള രീതിയിലാണ് വരുന്നത്. എന്താന്ന് വെച്ചാല് ഒരു മെയ്ഡൻ ഉണ്ടായിരുന്നു, ഒരു സ്ത്രീ. ആ സ്ത്രീ ഭയങ്കര വയസ്സായിരുന്നു, ഭയങ്കര വിസ്ഡം ഉള്ള ഒരു സ്ത്രീയായിരുന്നു. അപ്പം ഈ സ്ത്രീന്റെ റെപ്യൂട്ടേഷൻ നാടാകെ പടർന്നു മനസ്സിൽ പലപലാന്ന് പടർന്നു എന്നായിരുന്നു വന്നത്. അപ്പം അങ്ങനെ കിങ് ഇതിനെ കുറിച്ച് അറിഞ്ഞു. ജപ്പാനിലൊക്കെയാണ് ഈ സ്റ്റോറി നടക്കുന്നത്. അപ്പൊ കിങ് ഇങ്ങനെ ഒരു ഇത്ര വയസ്സായിട്ടുള്ള ഒരു ലേഡി ഉണ്ട്, ഒരു മെയ്ഡൻ ഉണ്ട് എന്ന് അറിഞ്ഞപ്പം. അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചാണ് ഇംഗ്ലീഷ് ഇതില് നല്ല അടിപൊളി സ്റ്റോറീസിന്റെ ഒക്കെ ഒറിജിൻ എപ്പോഴും ഒന്നെങ്കിൽ ചൈനയോ അല്ലെങ്കിൽ ജപ്പാനോ ഇങ്ങനത്തെ ഒരു പഴയ ട്രഡീഷൻസിലുള്ള ഒരു സ്റ്റോറീസ്. അവര് ഭയങ്കര വയസ്സായിരുന്നു എന്നൊക്കെയുള്ള രീതിയിലാണ് ഫ്രെയിം ചെയ്തത്. അതെ. അപ്പം ഈ ജാപ്പനീസ് കിങ് ഇതിനെ കുറിച്ച് അറിഞ്ഞു. അപ്പൊ ഇങ്ങനെ ഭയങ്കര വയസ്സായിട്ടുള്ള ഒരു ലേഡി ഉണ്ട്. അപ്പൊ ജാപ്പനീസ് കിങ് ഇങ്ങനെ വിചാരിച്ചു, എന്നാ ഇത് ടെസ്റ്റ് ചെയ്തിട്ട് തന്നെ കാര്യം, ഇത് ഇമ്പോസ്റ്റർ ആണോ റിയൽ ആണോ എന്നൊന്നും അറിഞ്ഞിട്ട് തന്നെ കാര്യം. അങ്ങനെ കിങ് ആപ്രിക്കോട്ട് മെയ്ഡനെ സമ്മൺ ചെയ്തു. മെയ്ഡനെ സമ്മൺ ചെയ്തു. എന്നിട്ട് ഒരു ആപ്രിക്കോട്ട്, അതായത് ഒരു ബദാം പോലത്തെ ആപ്രിക്കോട്ട് ബദാം അല്ലല്ലോ, ബദാമോ പീച്ചോ, ഒരു പീച്ച് പോലത്തെ ഒരു സാധനമാണ് ഈ ആപ്രിക്കോട്ട്. അപ്പോ ഈ ഒറ്റൊരു ആപ്രിക്കോട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ഈ രാജ്യം മൊത്തമായിട്ട് ഈ ഒരു നേഷൻ മൊത്തമായിട്ട് സമൂഹത്തില്, അതെ, ആ ഒരു സൊസൈറ്റി ആയിട്ട് മൊത്തം ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒറ്റൊരു ആപ്രിക്കോട്ട് കൊടുത്തു. അപ്പൊ ആൾക്കാരൊക്കെ ചോദിച്ചു, ഇതെങ്ങനെ ഈ ഒറ്റൊരു സാധനം ഒരാൾക്ക് തന്നെ തികയില്ല, അപ്പോഴാണ് ഇവിടെ വില്ലേജ് മൊത്തമായിട്ട് ഷെയർ ചെയ്യണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒരിക്കലും ഇമ്പോസിബിൾ എന്നൊക്കെ പറഞ്ഞു. നീ ഇത്ര വയസ്സും നിനക്ക് ഇത്ര വിസ്ഡം ഉണ്ടെങ്കിൽ നീ പ്രൂവ് ചെയ്യുന്ന പറഞ്ഞു. അങ്ങനെ ഇമ്പോസിബിൾ എന്ന് വില്ലേജ് മൊത്തം അങ്ങ് ഡിസൈഡ് ചെയ്തപ്പോ മെയ്ഡൻ ഒരു ഐഡിയ കൊണ്ടുവന്നു. മെയ്ഡൻ പറഞ്ഞു, എത്ര ആൾക്കാരുണ്ട് ഈ വില്ലേജിൽ എന്ന് ചോദിച്ചു. എന്നിട്ട് അത്രയും ആൾക്കാർക്ക് ഒരു കപ്പ് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് എന്താക്കി, ബ്ലെൻഡറിൽ ഈ ആപ്രിക്കോട്ട് ഇട്ട് അടിച്ചിട്ട് അത് മൊത്തം, അന്നത്തെ കാലത്ത് ബ്ലെൻഡർ ഉണ്ടോന്നാണ് ഞാനും ആലോചിച്ചത്. പക്ഷെ എന്താ എന്താന്ന് വെച്ചാല് ബ്ലെൻഡ് ചെയ്തിട്ട് എന്തോ ചെയ്തിട്ട് അത് മൊത്തം ഈ വെള്ളത്തിലിട്ട് മിക്സ് ചെയ്തു. എന്നിട്ട് ഈ വെള്ളം എടുത്തിട്ട് എല്ലാവർക്കും കൊടുത്തു. അപ്പൊ എല്ലാവർക്കും ഒരു കപ്പ് വെള്ളം കിട്ടി. അതിൽ ഈ ആപ്രിക്കോട്ടിന്റെ അംശം ഉണ്ടായിരുന്നു, വളരെ ചെറുത്. ചിലപ്പോ പച്ചവെള്ളത്തിന്റെ അതേ ടേസ്റ്റ് ഉണ്ടാവും മിക്കവാറും, ചിലപ്പല്ല. അതെ. പക്ഷേ ആ കിങ് പറഞ്ഞ ആ കാര്യം ഈ മെയ്ഡൻ നിറവേറ്റി. അങ്ങനെ വിക്ടോറിയസ് ആയി, സക്സസ്ഫുൾ ആയി. അപ്പോൾ അത്രയും വിസ്ഡം, യുക്തി എന്നാണോ വിസ്ഡത്തിന്റെ മലയാളം? അറിവ് നോളജ് അല്ലേ? അത്രയും വിസ്ഡം ഉള്ള ഒരു ലേഡിയായിരുന്നു. ഇത് ഞാൻ സ്കൂളിൽ പഠിച്ച സമയത്ത് എനിക്കിതൊന്നും ക്ലിക്കായില്ല. ഇതിന് ഇത്രത്തോളം കഴിവാണെന്നും അത് ഇത്രത്തോളം വിസ്ഡം ഉള്ള ആളാണെന്നും ഒക്കെ എനിക്ക് മനസ്സിലായില്ല. പക്ഷെ അത് മാത്രമാണ് എൻ്റെ ഓർമ്മയിലുള്ളത്.